Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധ സമരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടത് ജനപ്രതിനിധികൾ ജന്തർ മന്ദറിൽ ഒത്തുചേർന്ന് പ്രതിഷേധിച്ചു. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിയെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചാണ് സമരം അവസാനിച്ചത്. കോൺഗ്രസ് ഒഴികെയുള്ള ഇന്ത്യ മുന്നണിയിലെ പ്രമുഖർ സമരത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ട്. കേരള ഹൌസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കാൽനടയായാണ് പ്രതിഷേധ സംഗമം നടക്കുന്ന ജന്തർ മന്ദറിൽ എത്തിയത്. ഫെഡറലിസം സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യവുമായാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതു നേതാക്കൾ സമരത്തിൽ അണിനിരന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, D രാജ എന്നിവരെല്ലാം മുൻനിരയിൽ തന്നെ ഇടം പിടിച്ചു. മമതയും ശരത് പവാറും കോൺഗ്രസും വിട്ടുനിന്നെങ്കിലും പ്രതിഷേധ ജ്വാലയ്ക്ക് ഒട്ടും മങ്ങലേറ്റില്ല. കേന്ദ്ര സർക്കാരിന്റെ അവഗണന കേരളത്തോട് മാത്രമല്ല, BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളോടുമാണെന്ന് നേതാക്കൾ ആവർത്തിച്ചു. ഫെഡറലിസം സംരക്ഷിക്കാൻ കേരളത്തിന്റെ പോരാട്ടമെന്ന പ്ലക്കാർഡുകളുമായാണ് ജനപ്രതിനിധികൾ സമരവേദിയിലേക്ക് എത്തിയത്. ആവേശോജ്വലമായ പ്രസംഗത്തിനാണ് പിന്നീട് ജന്തർ മന്ദർ സാക്ഷ്യം വഹിച്ചത്. അരവിന്ദ് കെജ്രിവാളും ഫാറൂഖ് അബ്ദുള്ളയും യെച്ചൂരിയും D രാജയുമെല്ലാം പറഞ്ഞത് കേന്ദ്രത്തിന്റെ ജനാധിപത്യ വിരുദ്ധമായ ഇടപെടലിനെ കുറിച്ചാണ്. समय का चक्र घूमता है और तुम इधर होगे और हम उधर होएंगे. कहीं ऐसा ना हो कि यही कानून तुमको खाने के लिए दौड़े उसके बाद. And may you all succeed in teaching this India towards better future. Important is unity of purpose. That is what you have to show in this coming election. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരപരിപാടി ആയതിനാൽ തന്നെ വലിയ നിയന്ത്രണങ്ങളാണ് ഉണ്ടായിരുന്നത്. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിന് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 500 പേർക്ക് മാത്രമാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ അനുമതിയുണ്ടായിരുന്നത്. കേന്ദ്ര വിവേചനത്തിൽ കർണാടക സർക്കാരിന്റെ പ്രതിഷേധവും ഇന്നലെ ഇതേ വേദിയിലാണ് സംഘടിപ്പിച്ചത്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ആരും ഈ സമരത്തിലും പങ്കെടുത്തിരുന്നില്ല. റിപ്പോർട്ടർ, ദില്ലി. ചോദ്യമിതാണ്, സമരം വിജയമോ? സുജയപാർവതി, ഈ സംസ്ഥാനങ്ങൾക്ക് തുല്യത പുലരുന്ന ഒരു പുലരി വരെ ഈ പോരാട്ടം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നാണ്. ചുവപ്പിൽ ചാലിച്ച ദിനം. വിജയിച്ചോ സമരം? ചുവപ്പിൽ എഴുതിയ ദിനമെന്ന് ഫെബ്രുവരി 8 ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് അടയാളപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ജന്തർ മന്ദറിൽ ഇന്ന് കണ്ടത് കേവലം കേരളത്തിന്റെ മാത്രം ഒരു പ്രതിഷേധമായിരുന്നില്ല. അതിൽ പഞ്ചാബിന്റെ പ്രാതിനിധ്യമുണ്ട്, ദില്ലിയുടെ പ്രാതിനിധ്യമുണ്ട്, തമിഴ്നാടിന്റെ പ്രാതിനിധ്യമുണ്ട്. കൃത്യമായി മുഖ്യമന്ത്രിമാർ നിരന്നു നിൽക്കുന്ന, ദില്ലി മുഖ്യമന്ത്രിയും പഞ്ചാബ് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും നിരന്നു നിൽക്കുന്ന, കൈകൾ കോർത്തുപിടിച്ച് കേന്ദ്രത്തിനെതിരെ അവർ പറയുന്ന ഓരോ വാക്കും അത് രാജ്യവ്യാപകമായി തന്നെ ചർച്ച ചെയ്യുന്നതിലേക്കാണ് ഇന്നത്തെ ഒരു സമരം പോയത്. ഇന്നലെ കർണാടക നടത്തിയ സമരത്തേക്കാൾ രാജ്യത്തിന്റെ ശ്രദ്ധ പോയത് ഇന്ന് കേരളം നടത്തിയ സമരത്തിലേക്കാണ് എന്നുള്ളതാണ് വസ്തുത. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണന അത് BJP അല്ലെങ്കിൽ NDA ഭരിക്കുന്ന 17 സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള എല്ലായിടത്തുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് കേരളം എത്തുന്നത്. അതിനു മുന്നോടിയായാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടത്. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കണക്കുകൾ നിരത്തിക്കൊണ്ട് എന്തുകൊണ്ടൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് കേരളം വിവേചനം നേരിടുന്നത് എന്നൊക്കെ എടുത്തു പറയുന്നു. ഇന്നിപ്പോൾ ജന്തർ മന്ദറിലേക്ക് വരുമ്പോൾ രാവിലെ 10:45 കൂടിയാണ് ജന്തർ മന്ദറിലേക്ക് കേരള ഹൗസിൽ നിന്നും ഇവർ ജാഥയായി പോകുന്നത്. അപ്പോൾ അവിടെ ജന്തർ മന്ദറിൽ എത്തുമ്പോഴാണ് മറ്റ് നേതാക്കൾ എല്ലാവരും അതിന്റെ ഭാഗമാകുന്നത്. അടിച്ചമർത്തൽ ഉണ്ടാകുന്നുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല പഞ്ചാബിനുമുണ്ട് എന്ന് ഭഗവന്ത് മാൻ പറയുന്നു. കേസിൽ കുടുക്കി തങ്ങളെ ഒതുക്കാനുള്ള ശ്രമം, ആദ്യം അറസ്റ്റ്, അതിനുശേഷം കേസ്, അതാണ് നയമെന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കേന്ദ്രത്തിൽ നിന്ന് പ്രഹരമേൽക്കുന്നത്. അത് കൃത്യമായി ഒരു കോർഡിനേറ്റഡ് സംവാദമായി ആദ്യമായാണ് ഇങ്ങനൊരു വേദിയിൽ വന്നത് എന്നുള്ളതാണ് ഇന്നത്തെ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം പലയിടങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന സ്വരങ്ങളെല്ലാം ഒരു വേദിയിൽ ഒരുമിച്ചു. അതിന് കേരളം വഴിയൊരുക്കി എന്നതുകൊണ്ടാണ് ഇന്നത്തെ ജന്തർ മന്ദർ സംവാദം ശ്രദ്ധേയമാകുന്നത്. ഈ ബ്രാൻഡിങ്ങിനെ കുറിച്ച് കേരളത്തിന് മാത്രമല്ല പരാതി. വീട് ഔദാര്യമാക്കി മാറ്റുന്ന വ്യവസ്ഥയെക്കുറിച്ച്
കേരളം പറയുമ്പോൾ അത് മാത്രമല്ല എല്ലായിടങ്ങളിലും മോദിയുടെ പടം വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് യോജിക്കുകയാണ് ആം ആദ്മി പാർട്ടി. അപ്പോൾ ആം ആദ്മി പാർട്ടി BJPയുടെ ബി ടീമാണ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആ ഒരു പ്രതികരണം കൊണ്ട് തങ്ങൾ അങ്ങനെയല്ല, തങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്ന് പറയാൻ അവർ തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോൺഗ്രസ് വിട്ടു നിൽക്കുമ്പോൾ ആം ആദ്മി പാർട്ടി അങ്ങനെ ഒരു ചുവടെടുത്തു എന്നുള്ളത് കൊണ്ടുകൂടി ഇന്നത്തെ സമരത്തിലെ അവരുടെ സാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ധൂർത്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയുമ്പോൾ കേരളത്തോട് പറയുന്ന ആ ചോദ്യത്തിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ വളരെ ശ്രദ്ധേയമായ ഒരു കണക്ക് അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്, ഭഗവത് മാൻ അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. ഞങ്ങൾ പിരിച്ചെടുത്തു തരുന്ന നികുതി വരുമാനം എത്രയാണ്, അതിൽ നിന്ന് ഞങ്ങൾക്ക് തിരികെ കിട്ടുന്ന ഓഹരി എത്രയാണ്, അത് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. കേരളം UPയെ കമ്പയർ ചെയ്ത് പറയുന്നത് പോലെയല്ല പഞ്ചാബും ഡൽഹിയും കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പോൾ കേരളത്തിന് മാത്രമല്ല ഈ വിഹിതം കിട്ടാത്തത് എന്നുള്ളത് ഒരേ വേദിയിൽ തന്നെ സ്ഥാപിക്കപ്പെടുകയാണ്, 3 മുഖ്യമന്ത്രിമാരുടെ വാക്കുകളിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പാർലമെന്റിൽ കൃത്യമായി കേരളത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദമായി തന്നെ ഇന്നത്തെ ധവളപത്രത്തിലേക്ക് നമുക്ക് 2ാം ഘട്ടത്തിൽ വരാമെന്ന് ഞാൻ കരുതുന്നു. ആദ്യഘട്ടത്തിൽ ഈ സമരം വിജയമാണ് എന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള വാദം അവിടെ നിലനിൽക്കില്ല, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നുള്ള കോൺഗ്രസിന്റെ വാദവും നിലനിൽക്കില്ല. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് ഇവർ ഇത് പറയേണ്ടത് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം NDA സർക്കാരിന്റെ 2ാം മോദി സർക്കാരിന്റെ ടേം അവസാനിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ഈ അവഗണനയെക്കുറിച്ച് പറയേണ്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസാനത്തെ അവസരമാണ്. ആ അവസരം ഫലപ്രദമായി തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ എൻ്റെ അഭിപ്രായം. അതിൽ ഓരോ പ്രതികരണങ്ങളും ശ്രദ്ധേയമായിരുന്നു. അത് മറ്റു നേതാക്കളുടേതും വളരെ ശ്രദ്ധേയമായ വാക്കുകൾ തന്നെയായിരുന്നു. കപിൽ സിബലിൻ്റെതായാലും ഭഗവത് മാനിൻ്റെതായാലും ഒക്കെ വളരെ ഊർജ്ജം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളുകളിലേക്ക് കേട്ടിരിക്കുന്ന 500 പേർക്കാണ് നേരിട്ട് പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നത്. പക്ഷേ ലൈവ് സ്ട്രീമിങ്ങിലൂടെയൊക്കെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ വാക്കുകളൊക്കെ എത്തിയിട്ടുണ്ടാകും. അത് രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ പ്രതിഫലനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ പാർട്ടികൾക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലൂടെ ജനവിധിയിലേക്ക് പോലും പോയേക്കാം. നികേഷ് കുമാർ, ഇന്നിപ്പോ നിർമ്മലാ സീതാരാമൻ അല്പസമയം മുമ്പ് കേരളത്തിന് എത്ര പണം കൊടുത്തു, അത് UPയുടെ കാലത്ത് കൊടുത്തതിന് 226% അധികമാണ് NDA സർക്കാരിന്റെ കാലത്ത് കൊടുത്തിരിക്കുന്നത് എന്ന കണക്ക് പറയാൻ ഒരിക്കൽ കൂടി നിർബന്ധിതയായിരിക്കുന്നു. 226% അല്ലേ? 224%. അപ്പോൾ ആ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ അതൊരു വിജയമായി തീർന്നു ഇതിനകം. നോക്കൂ, നിർമ്മലാ സീതാരാമൻ 2013-14 കാലഘട്ടത്തിലെ കേരളത്തിന് ലഭിച്ച തുകയും ഇപ്പോൾ 2024 തുകയും താരതമ്യം ചെയ്തിട്ട് അതിന് 224 കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കൂ, ഓരോ കാലഘട്ടത്തിൽ കേരളം അർഹിക്കുന്നത് എത്രയാണോ അത് കിട്ടുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യം. അത് കേരളത്തിൻ്റെ മാത്രം ആവശ്യമല്ല എന്ന് നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇന്ത്യ മുന്നണി നിലവിൽ വന്നതിന് ശേഷം ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പൊതുസമ്മേളനം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ ഭോപ്പാലിൽ ആദ്യം ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ തന്നെയും അന്ന് ദിഗ്വിജയ് സിംഗ് ആണ് അതിന് ഉടക്ക് വെച്ചത്. പിന്നീട് ഓരോയിടത്തും അത് നടത്താൻ തീരുമാനിച്ച് ഒരു സ്ഥലത്ത് പോലും അത് നടന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. നോക്കൂ, ഇന്നിപ്പോൾ ഫെഡറലിസത്തിന് വേണ്ടിയുള്ള സമരത്തിൽ എല്ലാവരും യോജിച്ച് നിൽക്കുന്നു എന്ന് മാത്രമല്ല, നേരത്തെ സുജിയ പാർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ചിതറിക്കിടന്ന ഒരുപാട് ഗ്രീവൻസസ് ഉണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അത് ഒത്തുചേർന്ന് വന്നപ്പോൾ അതിനകത്ത് വലിയൊരു രാഷ്ട്രീയ സന്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വളരെ സമീപകാലത്ത് കണ്ട ഏറ്റവും മികച്ച പ്രസംഗങ്ങളാണ് ഇന്ന് പളനിവേൽ ത്യാഗരാജനാണെങ്കിലും ഫറൂഖ് അബ്ദുള്ളയാണെങ്കിലും ഭഗവത് സിംഗ് മാൻ ആണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും ഒക്കെ തന്നെ കപിൽ സിബൽ ആണെങ്കിലും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ ഒരുപാട് കാലമായി മിസ് ചെയ്തിട്ടുള്ള, കേൾക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പളനിവേൽ ഞാൻ ആദ്യം ഫറൂഖ് അബ്ദുള്ളയിലേക്ക് വരാം. ഫറൂഖ് അബ്ദുള്ള ചൂണ്ടിക്കാണിക്കുന്നത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ ഞങ്ങൾ നിഷേധിക്കും എന്ന് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഫറൂഖ് അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുന്നത്. ഭരണഘടനാപരമായി ജമ്മു കശ്മീരിൻ്റെ അവകാശം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 5 വർഷമായി നിഷേധിക്കുന്നു. അത് സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകുന്നു, 370 വിധി സമ്പാദിക്കുന്നു. എന്നിട്ട് പോലും പഞ്ചായത്ത് മുതൽ നിയമസഭ വരെ ഇന്നിപ്പോൾ ജമ്മു കശ്മീരിൽ ഇലക്റ്റഡ് അംഗങ്ങളില്ല. ഒരു സംസ്ഥാനം നിന്ന നിൽപ്പിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള സ്ഥിതിവിശേഷത്തിൽ ഒരാൾ പോലും ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ല, ഒരു ജനങ്ങളുടെ പ്രതിനിധിയില്ല. അതാണ് കർണാടകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ഭഗവത് സിംഗ് മാനിലേക്ക് പോയാൽ, ഭഗവത് സിംഗ് മാൻ പറയുന്നത് ബജറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ സംസ്ഥാന മന്ത്രിസഭ ആവശ്യപ്പെട്ടിട്ട് ഗവർണർ അത് കേൾക്കുന്നില്ല.
എവിടെയൊക്കെ BJP പ്രതിപക്ഷത്ത് പോലുമില്ലാത്ത അവസ്ഥയുണ്ടോ അവിടെ BJP ആണ് പ്രതിപക്ഷം. അവിടെ 2 നിയമസഭാംഗങ്ങൾ മാത്രമാണുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ പക്ഷേ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അകാലിദളോ മുന്നോട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ ഗവർണറാണ് ഇടപെടുന്നത് എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ ഭഗത് സിംഗ് മാൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം ചണ്ഡീഗഡിലെ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ വളരെ രസകരമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഭഗവത് മാനിൻ്റെയൊക്കെ പ്രസംഗം ഞാൻ ഒരു ഫുൾ ലൈവ് കേൾക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇത്രയും രസകരമായ രീതിയിൽ ആളുകളുമായി സംവദിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് യഥാർത്ഥത്തിൽ ഭഗവത്. അദ്ദേഹം നേരത്തെ പാർലമെൻറ്റ് അംഗമായിരുന്നു. വളരെ കവിതയൊക്കെ ചൊല്ലി പാർലമെൻറ്റിനെ രസിപ്പിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായും കേൾക്കുന്നത് ഇന്നാണ്. അത് ഈ ചണ്ഡീഗഡിൻ്റെ കാര്യത്തിനകത്ത് ഭഗവത് സിംഗ് മാൻ പറയുന്നത് 10 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു പ്രദേശമാണ്. അവിടെ BJPയുടെ വരണാധികാരി 50% അംഗങ്ങളെ അയോഗ്യരാക്കി കളഞ്ഞു, അസാധുവാക്കി കളഞ്ഞു വോട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഭഗവത് മാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ 90 കോടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഏത് നിലയിലാണ് BJP ആ മെഷീനറിയെ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന സംശയം ഭഗവത് സിംഗ് മാൻ നമ്മളുടെ മുന്നിൽ വെക്കുന്നുണ്ട്. 10 കിലോമീറ്റർ വിസ്തീർണമുള്ള ചണ്ഡീഗഡിൽ തോക്കാൻ വയ്യ. അപ്പോൾ രാജ്യത്ത് തോക്കാൻ BJP സമ്മതിക്കുമോ എന്നുള്ള ചോദ്യം ഒരുപാട് അർത്ഥങ്ങളുള്ള ചോദ്യമാണ്. ഇനിയിപ്പോൾ മറ്റൊന്ന് കെജ്രിവാളിൻ്റെതാണ്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഏജൻസികൾ വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിൽ കെജ്രിവാളിന് ഇങ്ങനെ തള്ളി വരികയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി. പകുതിയോളം സംസ്ഥാനങ്ങൾ, ഏതാണ്ട് 70 കോടിയോളം ജനങ്ങൾ BJP ഇതര സംസ്ഥാന സർക്കാരുകളാണ് ഭരിക്കുന്നത്. ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ പാകിസ്ഥാനിലെ ജനങ്ങളെപ്പോലെ കരുതുന്നു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. 3 തരത്തിലാണ് കേന്ദ്രത്തിൻ്റെ വിവേചനം അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഞെരുക്കൽ എന്നാണ് പറയുന്നത്. ഒന്ന് ഫണ്ട് തരാതെ, അത് കേരളം അടക്കമുള്ള വിഷയം. 2 ഗവർണർ, അതും കേരളത്തിൻ്റെ വിഷയം തന്നെയാണ്. 3 ED-യെക്കുറിച്ച് വളരെ രസകരമായി, ഭഗവന്തിനെ പോലെ തന്നെ വളരെ രസകരമായി. സാധാരണഗതിയിൽ നമുക്ക് ഒരു കേസുണ്ടായാൽ ഒരു അന്വേഷണം നടക്കും, അന്വേഷണത്തിന് ശേഷം വിചാരണ ഉണ്ടാകും, വിചാരണ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജയിലിലിടുക. ഇപ്പോൾ BJP ED ഉപയോഗിച്ച് ചെയ്യുന്നത് എന്താണ്? ആദ്യം ആരെയാണ് ജയിലിൽ ഇടേണ്ടതെന്ന് തീരുമാനിക്കുക, എന്നിട്ട് അയാളെ പിടിച്ച് ജയിലിലിടുക. ജയിലിലിട്ട് കഴിഞ്ഞതിന് ശേഷം അയാൾക്കെതിരെ കേസ് തീരുമാനിക്കുക. കേസ് തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം വിചാരണ ഉണ്ടാക്കുക. വിചാരണ ഇയാൾ എത്ര കാലം ജയിലിൽ കിടക്കണോ അത്രയും കാലം നീട്ടിക്കൊണ്ടുപോവുക. ഇതാണ് BJP കേന്ദ്ര സർക്കാരിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഫണ്ട് തരാത്ത വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് 2 ലക്ഷം കോടിയാണ് ആദായ നികുതി ഇനത്തിൽ ദില്ലിയിൽ നിന്ന് മാത്രമായി കേന്ദ്രം കൊണ്ടുപോകുന്നത്. എന്നിട്ട് പകരം ആ സംസ്ഥാനത്തിന് തിരികെ കൊടുക്കുന്നത് 325 കോടി രൂപയാണ് എന്നുള്ളതാണ്. ഒരാളും ദൈവമല്ല എന്നാണ് പളനിവാൽ ത്യാഗരാജൻ പറയുന്നത്. ഒരു സ്ഥാനവും ആജീവനകാന്ത കാലത്തേക്കല്ല, അധികാര സ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇത് ഈ പ്രസംഗം യഥാർത്ഥത്തിൽ പളനിവേലിൻ്റെ പ്രസംഗം എല്ലാ നേതാക്കളും പിന്നീട് പ്രസംഗിച്ച എല്ലാവരും അത് ഉദ്ധരിക്കുകയുണ്ടായി. കാരണം അത് മോദിക്കുള്ള മുന്നറിയിപ്പാണ് എന്നുള്ളതുകൊണ്ട്. പിണറായി വിജയൻ ഈ സോർത്ത് നൗത്ത് ഡിവൈഡിനെ കുറിച്ച് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, അതിനകത്ത് ആരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിവേചനം കാണിക്കുന്നത്, ആരോടാണ് ലാളന, ആരോടാണ് പീഡനം എന്നത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഇത്രേ കൺക്ലൂഡ് ചെയ്യാനുള്ളൂ ഇക്കാര്യത്തിൽ. ഏതായാലും ഇന്നലെ സുജയ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടകം ഇന്നലെ നടത്തിയത് അവരുടെ മാത്രം സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ് എങ്കിൽ കേരളത്തിൻ്റെ സമരം ഒരുപക്ഷെ രാജ്യത്തിനാകെ തന്നെയും പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചണിനിരത്താൻ കഴിഞ്ഞു, ആവേശഭരിതരാക്കാൻ, പ്രതിപക്ഷ കക്ഷികളെ ഒക്കെ ആവേശഭരിതരാക്കാൻ കഴിഞ്ഞു. സുപ്രീം കോടതിയിലെ പോരാട്ടം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും മന്ത്രിസഭ ചെന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. ദില്ലി ചലോ ആ ഘട്ടത്തിലാണ്, തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ദില്ലി ചലോ എന്ന സമരം തീരുമാനിച്ചത്. അത് ആകെ പ്രതിപക്ഷത്തെ സംഘടിപ്പിച്ച് ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് ഫെഡറൽ സമ്പ്രദായം തകരുന്നത് കൊണ്ട് ദോഷമുണ്ടാകുന്നത് എന്ന് പറയാനുള്ള വേദി ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ചരിത്രത്തിൽ ചുവന്ന അക്ഷരത്തിൽ കുറിച്ച ദിവസമായി ഇന്നത്തെ ഇത് മാറും. 3 തരത്തിലാണ് സംസ്ഥാന സർക്കാർ, കേന്ദ്രം സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്ന വിഷയത്തെ നേരിടുന്നത്. അതിലൊന്ന്, ജനങ്ങളുമായി നേരിട്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി നവകേരള സദസ്സ് ഉപയോഗിച്ചു. 2, നിയമപരമായി അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു. 3-മത്തത്, അതിനെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായി ഇന്ത്യക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദില്ലി ചലോ എന്ന് പറയുന്ന ഇന്നത്തെ സമരം നടക്കുന്നത്. ഇത് 3-മത്തെ സമരമാണ്, 3-മത്തെ രീതിയിലുള്ള പ്രതിഷേധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ 3-മത്തതിന് ഒട്ടേറെ മാനങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ആ അർത്ഥത്തിൽ ആ സമരം വിജയമാണ്. എങ്ങനെയാണ് ആ സമരം വിജയമാകുന്നത്? ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരം അവസാനിച്ച് 5 മണിക്കൂറിനുള്ളിൽ തന്നെ പാർലമെൻറ്റിൽ ധനകാര്യമന്ത്രിക്ക് ഒരു കണക്ക് അവതരിപ്പിക്കേണ്ടി വരികയാണ്. ആ കണക്ക് ഒരു തെറ്റായ അസംഷനിൽ നിന്നുള്ള കണക്കാണ്. അത് എങ്ങനെയാണ് തെറ്റായ അസംഷൻ ആവുന്നതെന്ന് ഞാൻ പറയാം. കാരണം 2014 ടാക്സിൻ്റെ വിഹിതവും 2024 ടാക്സിൻ്റെ വിഹിതവും അന്തരമുണ്ട്.
അപ്പോൾ 2.5% ടാക്സ് ഷെയർ ഉണ്ടായിരുന്ന ഒരു കാലം, 1.92 ടാക്സ് വിഹിതം ഉണ്ടായിരുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ തിരിച്ചൊരു കണക്കുണ്ട്. 2014 കേരളത്തിൽ നിന്ന് കേന്ദ്രം കൊണ്ടുപോയ നികുതി വിഹിതം എത്രയാണ്, 2024 കേരളത്തിൽ നിന്ന് കേന്ദ്രം കൊണ്ടുപോയ നികുതി വിഹിതം എത്രയാണ്. ഇവിടെ ഇപ്പോൾ 100 രൂപയ്ക്ക് 21 രൂപ മാത്രം കേരളത്തിന് കിട്ടുമ്പോൾ 100 രൂപയ്ക്ക് 35 രൂപ കിട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്നും ആ കാലത്തിൽ നിന്ന് 65 രൂപയാണെന്ന് കേന്ദ്രത്തിന് കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് 79 രൂപയാണ് എന്ന കണക്കും വളരെ പ്രസക്തമാണ്. ഈ കണക്കിനെ മറികടന്നുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ ഈ കണക്ക് അവതരിപ്പിക്കാൻ നിർബന്ധിതയായി തീർന്നത്. അപ്പോൾ പാർലമെന്റിൽ ധനമന്ത്രിക്കു തന്നെ ഇന്ന് കണക്ക് അവതരിപ്പിക്കേണ്ട നിലയിലേക്ക് ആ സമരം സമ്മർദ്ദമായി തീർന്നിരിക്കുന്നു എന്നതാണ് ആദ്യഘട്ടം. രണ്ടാമത്തത്, ഒരു മിനി ഇന്ത്യ മുന്നണിയുടെ നേരത്തെ എം വി നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെയുള്ള ആദ്യത്തെ ഒരു പൊതുസമ്മേളനം, അതും വളരെ തണുത്തുറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ചൂട് പിടിപ്പിച്ച പ്രസംഗങ്ങളോടുകൂടി വളരെ ആക്റ്റീവായ ഒരു പൊതുസമ്മേളനമായിട്ടത് മാറ്റാൻ സാധിച്ചു. അവർ കൈകൾ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ, ക്യാമറ കണ്ണുകളുടെ മുന്നിൽ നിൽക്കുമ്പോൾ മമതയില്ലാതെ, പവാറില്ലാതെ, കോൺഗ്രസ് ഇല്ലാതെ, ഒരു പരിധിവരെ BSPയോ SPയോ ഇല്ലാതെ തന്നെ തങ്ങൾക്കൊരു മിനി ഇന്ത്യ മുന്നണി അവിടെ രൂപീകരിക്കുന്നതാണ് കാണുന്നത്, അവിടെ രൂപം കൊള്ളുന്നതാണ് കാണുന്നത്. ആ അർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ വിജയം കൂടിയായി ഞാൻ അതിനെ കണക്കാക്കുകയും ചെയ്തു. മൂന്നാമത്തത്, ഇന്നത്തെ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ എനിക്കതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്ന പ്രസംഗങ്ങളിലൊന്ന് തമിഴ്നാട് IT മന്ത്രിയായിരുന്ന പഴനിവേലിൻ്റെയും ഒപ്പം അങ്ങ് വടക്കുള്ള ജമ്മു കാശ്മീരിൽ നിന്നുള്ള നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെയും പ്രസംഗമാണ്. ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആഭ്യന്തരമായി ദുർബലപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഒരു പൊതുശത്രുവിനെതിരെ വിജയം കണ്ടെത്താൻ കഴിയുക? വളരെ പ്രസക്തമായ ചോദ്യമാണ്, ഒട്ടേറെ മാനങ്ങളുള്ള ചോദ്യമാണ്. എന്താണ് ഇന്ത്യയുടെ കരുത്ത് എന്നതിനെ വളരെ ഫിലോസഫിക്കലായി വരച്ചിടുകയായിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ഒരു ശരീരത്തിലെ അവയവങ്ങൾ ദുർബലമാകുന്നത് പോലെയാണ് ഇന്ത്യ യൂണിയനിൽ സംസ്ഥാനങ്ങൾ ദുർബലമാകുമ്പോൾ ആ ശരീരത്തിന് സംഭവിക്കുന്ന ശക്തിക്ഷയം. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു ഓർഗനാണ്, അതിനെ പല രീതിയിൽ പല തരത്തിലാണ് നിങ്ങൾ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ ദുർബലപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് ഞങ്ങൾ ഇന്ത്യക്ക് പുറത്തു ജീവിക്കുന്നവർ എന്ന പ്രതീതി ഉണ്ടാവുന്നു, ഞങ്ങൾ ഇന്ത്യക്കുള്ളിലുള്ളവരല്ലേ എന്ന് ചോദിക്കുന്നത് ഫറൂഖ് അബ്ദുള്ളയാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഫറൂഖ് അബ്ദുള്ള ആ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ നൽകുന്ന ആഹ്വാനം, അത് വരാൻ പോകുന്ന ഈ മിനി ഇന്ത്യ മുന്നണി, യുണൈറ്റ് മാത്രവുമല്ല ലക്ഷ്യം നിറവേറുന്നതുവരെ ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനവുമായിട്ടാണ് ഫറൂഖ് അബ്ദുള്ള പോകുന്നത്. അങ്ങ് വടക്ക് കാശ്മീരിൽ നിന്നുള്ള ഫറൂഖ് അബ്ദുള്ളയും ഇങ്ങ് തെക്ക് പഴനിവേൽ എന്ന കറുപ്പണിഞ്ഞെത്തിയ DMKയുടെ പ്രതിനിധിയും ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ വിജയം കൂടിയായി മാറുന്നു എന്നതാണ്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയൻ ഇന്ന് കൃത്യമായ കണക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് കേരളം ആ വിവേചനം നേരിടുന്നത് എന്നതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളുടെ നേട്ടങ്ങളെ പീനലൈസ് ചെയ്യാൻ വേണ്ടി ഫെഡറലിസത്തിനെ നിങ്ങൾ ഉപയോഗിക്കുകയാണ്, അത് ഭരണഘടനയെ ദുർബലപ്പെടുത്തും, ആ ഭരണഘടനയുടെ ഫിസ്ക്കൽ ഫെഡറലിസം എന്ന ആശയത്തെ ദുർബലപ്പെടുത്തുമെന്ന് പറയുന്നത് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുകൂടിയാണ്. അതിലൊരു കണക്കാണ് അദ്ദേഹം പറയുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായ കണക്ക്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് എൻ്റെ ചർച്ചയിൽ ധനമന്ത്രി തോമസ് ഐസക് അക്കാര്യം വിശദീകരിച്ചു. മുൻ ധനമന്ത്രി ഈ 57,000 കോടി രൂപ കേരളത്തിന് അവകാശപ്പെട്ടതാണ്, അത് വെട്ടിക്കുറച്ചു എന്നൊരു ആക്ഷേപം തോമസ് ഐസക്കിനില്ല. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ 57,000 കോടി രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ പോളിസിയിൽ വന്ന മാറ്റം കൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാട്ടുന്നതും ഇപ്പോൾ കോടതിയിലിരിക്കുന്നതുമായ വിഷയം വായ്പാ പരിധിക്കുള്ളിൽ പെൻഷൻ കമ്പനിയെയും കിഫ്ബിയും ഉൾപ്പെടുത്തിയതാണ്. ഇത് കേന്ദ്രത്തിനൊരു നിയമവും സംസ്ഥാനത്തിനൊരു നിയമവും എന്ന നിലയിലേക്ക് മാറുന്നു. ആ കണക്ക് വളരെ പ്രസക്തമായ ഒരു കണക്കാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് FRBM ആക്ട് പ്രകാരം ഒരു നിയമം ഉണ്ടാവുന്നത്? ഒരേ നിയമമാണ് കേന്ദ്രത്തിനും കേരളത്തിനും. അപ്പോൾ 57% കടമുള്ള കേന്ദ്രത്തിന് കടമെടുക്കാം, 37% മാത്രം കടമുള്ള കേരളത്തിന് ആ വായ്പാ പരിധിയിൽ ഒരു കുറവ് വേണമെന്ന് നിഷ്കർഷിക്കുന്നു. അത് ഇരട്ടത്താപ്പാണ് എന്നുള്ളതും ആ കണക്ക് കൂടി പറയുന്നു. അങ്ങനെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഏകദേശം 1,07,513 കോടി രൂപയാണ് ഇക്കഴിഞ്ഞ 2016 വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കിയാൽ എന്നുള്ളതും മുഖ്യമന്ത്രി പറയുന്നത്. ഇങ്ങനെ 4 കാരണങ്ങളാൽ ആ ലക്ഷ്യം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ എന്തായാലും ഈ സമരത്തിന് സാധിച്ചിട്ടുണ്ട്. ആ സമരത്തിൽ നിന്ന് വിട്ടുനിന്നത് വഴി കോൺഗ്രസും UDFും ഒരർത്ഥത്തിൽ അത് എങ്ങനെയാണ് ഇവർ വിശദീകരിക്കാൻ പോകുന്നത്, തൃപ്തികരമായ വിശദീകരണം അവർക്ക് നൽകാൻ കഴിയുന്നില്ലെന്ന് മാത്രവുമല്ല, എം വി നികേഷ് കുമാർ, കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഒരൊറ്റ സോഷ്യൽ പ്രൊഫൈലിലും ഇന്നലെ കർണാടക നടത്തിയ സമരത്തിൻ്റെ ചിത്രമില്ല.
കേരളത്തിലെ കോൺഗ്രസ്സുകാരോ UDF-ഓ ഇന്നലെ കർണാടകയിലെ കോൺഗ്രസ്സുകാർ കേന്ദ്രത്തിനെതിരെ നടത്തിയ സമരം പങ്കുവയ്ക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ വ്യത്യാസങ്ങളുണ്ട്, തീർച്ചയായും പിടിപ്പുകൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ പഞ്ചാബിൽ കിടക്കുന്ന ഭഗവൻ മാനത് ബോധ്യമാവുന്നു, പക്ഷേ കേരളത്തിലുള്ള VD സതീശന് ഇത് ബോധ്യമാകുന്നില്ലേ എന്ന ചോദ്യം പ്രസക്തവുമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സമരം വിജയമാണെന്നാണ് എൻ്റെ പക്ഷം. BJP-യുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നിലപാട് മാറ്റുന്നതിൽ വിജയിച്ചു എന്നുള്ളതല്ല. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ആന്റി BJP-യുടെ നേതൃത്വം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം CPM ഏറ്റെടുത്തിരിക്കുന്നു. ആ നിലയ്ക്ക് CPM വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ പലതവണ റാലികൾ ആലോചിച്ചു, നടന്നില്ല. പ്രതിപക്ഷത്തെ നേതാക്കൾ ഒരുമിക്കുന്നു എന്ന് നടന്നില്ല. ഈ പറഞ്ഞ എത്തിയ പ്രതിനിധികൾക്കെല്ലാം അതാത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടേതായ അനുഭവമുണ്ട്, വിവേചനത്തിന് അനുഭവമുണ്ട്. അങ്ങനെ അനുഭവമുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളാണ് ഏറ്റവും അധികം വന്നിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ സുജയ് ചൂണ്ടിക്കാണിച്ച പോലെ BJP-യുടെ B ടീം എന്ന ആരോപണം നേരിടുന്ന ആം ആദ്മി പാർട്ടിയിലെ 2 മുഖ്യമന്ത്രിമാർ വരുമ്പോൾ ഏറ്റവും അധികം പീഡനം, ആ രൂപത്തിലുള്ള പീഡനം, നേരത്തെ പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ച ലാളനെയും പീഡനം ഉണ്ടല്ലോ, ആ പീഡനം ഏറ്റവും അധികം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഡൽഹിയും പഞ്ചാബും. അപ്പോൾ പ്രത്യേകിച്ച് കേജ്രിവാൾ ED ഉപയോഗിച്ചിട്ടുള്ള വേട്ട നടക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്, അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് ആ 2 പേർ വന്നിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിനെ സംബന്ധിച്ചും അത്തരം അനുഭവങ്ങളുണ്ട്, വിവേചനത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. സൗത്ത് വേഴ്സസ് നോർത്ത് എന്ന രീതിയിലാണ് പല ദേശീയ മാധ്യമങ്ങളും ചർച്ച ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബർഖയുടെ ചർച്ചയൊക്കെ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയുമല്ല എന്ന് തോന്നുന്നു. BJP കൃത്യമായി BJP എങ്ങനെ കൂടുതലായി വെല്ലുവിളി ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്ന സംസ്ഥാനങ്ങളെയാണ് കൂടുതലായി അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെയാണ് പിഴിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള സംസ്ഥാനങ്ങളാണ് അവിടെ എത്തിയിരിക്കുന്നത്. വന്നിരിക്കുന്ന പ്രതിനിധികളെല്ലാം ആ രൂപത്തിലുള്ളതാണ്. ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ളയാണെങ്കിൽ പകുതി കാലം വീട്ടുതടങ്കലിലൊക്കെ കഴിഞ്ഞിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആ രൂപത്തിലാണ് നമ്മൾ കേൾക്കുന്നത്. ജമ്മു കശ്മീർ എന്താ ഇന്ത്യയിലല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഭഗവൻ മാൻ്റെ പ്രസംഗം നമ്മൾ കേട്ടു. അതുപോലെ തമിഴ്നാടിൻ്റെ പ്രതിനിധിയുടെ പ്രസംഗം കേട്ടു. അപ്പോൾ ഈ പ്രസംഗങ്ങളിലൊക്കെ അതാത് സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ഈ CPM-ൻ്റെ സമരം ആ രൂപത്തിൽ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നു. അതായത് BJP അല്ലെങ്കിൽ NDA ഇതര സംസ്ഥാനങ്ങളെ വേറെ രൂപത്തിൽ തന്നെ കാണുന്നു, അവരോട് വിവേചനം കാണിക്കുന്നുവെന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അറിയുന്ന രൂപത്തിലേക്ക് ഒരു ചർച്ചയാക്കാൻ. എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? ഞങ്ങൾ സമരത്തിനല്ല പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസുമായുള്ള ആ ചർച്ചയും തർക്കത്തിനിടയ്ക്ക് പറഞ്ഞു ഞങ്ങൾ സമരമല്ല, നോക്കൂ ഡൽഹിയിലേക്ക് അതൊരു മഹാസമ്മേളനമാണ്, അതൊരു വലിയ രൂപത്തിലുള്ള പരിപാടിയായിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് പറഞ്ഞാൽ ആ പരിപാടിയിലേക്ക് എത്തിക്കാൻ CPM-ന് സാധിച്ചു എന്നുള്ളതിൽ CPM വിജയിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേരളത്തിൻ്റെ മാത്രമല്ല ദേശീയ തലത്തിൽ X-ൽ ഒക്കെ ഈ വിഷയം ചർച്ചയായി. നേരത്തെ തന്നെ സാമ്പത്തിക വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിച്ച വിഷയം ദേശീയ രാഷ്ട്രീയ വിഷയമാക്കാൻ കഴിഞ്ഞു എന്നതിൽ വിജയമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മുഖ്യമന്ത്രിമാരെയും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നതിലും വലിയ നേട്ടമാണ്. ആ അർത്ഥത്തിൽ വൻ വിജയമാകുന്നു. അതേസമയം നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച നവകേരള സദസ്സ്, കോടതി, അതിനുശേഷമുള്ള ഈ മഹാസമ്മേളനം എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കോടതി ശരി, അതൊരു പോരാട്ടം തന്നെ. നവകേരള സദസ്സ് അതിൽ ധൂർത്തുണ്ട് എന്നൊരു ആക്ഷേപമപ്പുറത്തുണ്ട്. ആ ധൂർത്തല്ല എന്ന് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൽ ചെലവാക്കിയ തുകയുടെ കണക്ക് ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്രം നമ്മളെ പിഴിയുന്നു എന്ന് പറയാൻ സംസ്ഥാനമുടനീളം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ചെലവ്, അവിടെ വന്ന പരാതികളിൽ എത്ര കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു, അതൊന്നും കൃത്യമായ കണക്ക് നമ്മുടെ മുന്നിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഖാർഗെയൊക്കെ ഈ സമരത്തെ വളരെയധികം പിന്തുണച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറയുമ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട്, സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട്, അങ്ങനെ രണ്ടായി കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേശീയ നേതൃത്വത്തിന് ഇതിൽ പങ്കെടുക്കുന്നതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും കേരളത്തിലെ ഘടകത്തിന് അതിൽ താല്പര്യമില്ല എന്നതിനാലും ഇവിടെ 2 പക്ഷവും തമ്മിലുള്ള മത്സരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നതിനാലും അവർക്ക് അതിൻ്റെതായ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. അതേസമയം അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടുത്തെ നേതാക്കൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ പ്രധാനമായും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നു, VD സതീശൻ്റെ പ്രതികരണം വന്നു, ഹസ്സൻ്റെ പ്രതികരണം വന്നു. ഹസ്സൻ പറഞ്ഞത് കല്യാണത്തിന് വിളിക്കുന്ന പോലെ വിളിച്ചു എന്നാണ്. ആ കല്യാണത്തിന് വിളിക്കുന്ന പോലെയാണോ ഈ പറഞ്ഞ മറ്റു നേതാക്കളെ വിളിച്ചത്? അവരൊക്കെ വന്നത് കല്യാണത്തിനാണോ? അല്ലല്ലോ. അപ്പോൾ ഈ സമരത്തിൻ്റെ അല്ലെങ്കിൽ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്താമായിരുന്നു. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കേരളത്തിന് നമുക്ക് വിഹിതം കിട്ടാത്ത മാത്രമല്ല വിഷയം, അതിലപ്പുറമുള്ള നിങ്ങളുടെ ധൂർത്തും ഒരു പ്രധാന ഘടകമാണ്. അതൊന്ന് ആവർത്തിച്ച് സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. VD സതീശൻ കുറച്ചുകൂടി അക്കാര്യത്തിൽ പ്രതികരിച്ചാൽ ഈ 57,000 കോടിയുടെ കണക്ക് അതിനി പറയേണ്ട, അത് ഞാൻ സഭയിൽ തന്നെ അത് പൊളിച്ചു കൊടുത്തതാണ് എന്നാണെന്ന് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. ഈ കണക്കുകളുടെ കാര്യങ്ങൾ എനിക്ക് അത്ര പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ അവരിലേക്ക് പോകുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ സഭയിൽ അത് ആ രൂപത്തിൽ ഖണ്ഡിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി 57,000 കോടിയുടെ കണക്ക് ഇങ്ങോട്ട് പറയേണ്ട എന്നാണ് പറഞ്ഞത്. അതേസമയം കേന്ദ്രത്തിൻ്റെതായ
ഇരട്ടത്താപ്പ് ഉണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു എന്ന് കൂടി വി ഡി സതീശൻ പറയുന്നു. പക്ഷേ ഹസന്റെ പ്രതികരണമായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ പ്രതികരണമൊക്കെ കടന്ന കൈയായിപ്പോയി. ഈ സമരത്തിൽ നാണമുള്ളവർ പങ്കെടുക്കുമോ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് കേരളത്തിൻ്റെ ചെറിയ പരിസരത്തിൽ നിന്നുകൊണ്ട് മാത്രം ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ ഉൾക്കൊള്ളാതെ നടത്തിയൊരു പ്രതികരണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ ഈ സമരത്തിൽ ഞങ്ങൾ എന്തുകൊണ്ടില്ല എന്ന് കുറച്ചുകൂടി എന്താ പറയുക, നിലവാരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ സംസ്ഥാനത്തെ കോൺഗ്രസിന് സാധിക്കുമായിരുന്നു. സ്വാഭാവികമായും ഇവിടെ രണ്ട് ഘടകമായി നിൽക്കുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. അപ്പോഴും ആ രൂപത്തിൽ ഇത് പറയണമായിരുന്നു. പിന്നെ കേന്ദ്രത്തിൻ്റെതായി ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ കണക്കുകൾ വന്നിട്ടുണ്ട്. UPA കാലത്ത് 224% ഓഹരി നികുതി വിഹിതം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ UPA കാലത്ത് എത്ര നൽകി, NDA കാലത്ത് എത്ര നൽകി. അപ്പോൾ ഈ ഓരോ കാലത്തും രൂപയുടെ മൂല്യത്തിന് വ്യത്യാസം വരുന്നു, ജനജീവിതത്തിൻ്റെ നിലവാരത്തിൽ വ്യത്യാസം വരുന്നു. ഈ കണക്കുകളൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്കാണ് ഈ കണക്ക് വരുന്നത്. അപ്പുറത്തൊരു ബ്ലാക്ക് പേപ്പറും ഒരു ധവളപത്രവും ഉണ്ട്. ആ വിഷയം ഇന്ന് നടക്കുകയാണ്. ആ ബ്ലാക്ക് പേപ്പറിനെ എന്താണ് ഈ മോദി നേട്ടത്തിന് മേൽ കണ്ണ് തട്ടാതിരിക്കാനുള്ള കറുത്ത പൊട്ടായിട്ടാണ് മോദി അതിനെ കണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഈ തരത്തിലുള്ള വാചക കസർത്തുകളൊക്കെ ഉണ്ട്. പക്ഷേ അതേസമയം ധനമന്ത്രി ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യം, ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക എന്നതിനപ്പുറം ഒന്നും എനിക്ക് ചെയ്യാനില്ല എന്നാണ് ധനമന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം കുറയ്ക്കാനുള്ള സമീപനമാണ്. അതായത് കേരളം പോലുള്ള അത്യാവശ്യം നന്നായി ജീവിക്കുന്ന അല്ലെങ്കിൽ നന്നായി എല്ലാ തരത്തിലും നിലവാരത്തിൽ കഴിയുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ ഏറ്റവും താഴെ നിലവാരം കുറഞ്ഞ സംസ്ഥാനങ്ങൾ നിലവാരത്തിലേക്ക് എത്തുന്നവരെ കാത്തിരിക്കണം ദൈനംദിന കാര്യങ്ങൾക്കുള്ള കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാൻ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതൊരു ശരിയായ സമീപനമല്ലല്ലോ. നമ്മൾ നന്നായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ആ രൂപത്തിൽ വിവിധ കാലങ്ങളിൽ സർക്കാരുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന്റെ നേട്ടങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നേട്ടം അവിടെ നിൽക്കട്ടെ. താഴേക്കടയിൽ തീരെ നന്നാവാതിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മുകളിലേക്ക് വരട്ടെ, അതുവരെ നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഇതാണ് കേന്ദ്രം പറയുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള കൃത്യമായ സൂചനയാക്കാനും ദേശീയ തലത്തിൽ ചർച്ചയാക്കാനും ജന്തർ മന്ദറിൽ ഒരു വലിയ സമ്മേളനം നടത്താനും ആ രൂപത്തിൽ CPM-ന് സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമാണ്. ഇന്നത്തെ ദിവസം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തലപ്പത്ത് CPM-ആണ്. ഞാൻ നേരത്തെ ഒറ്റ കാര്യം മാത്രം, സ്മൃതി പരുത്തിക്കാട് വിയോജിച്ച ഒരു പോയിന്റ് ഒന്ന് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഞാൻ നവകേരള സദസ്സിൽ ധൂർത്തുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നവകേരള സദസ്സ് ഒരു ധൂർത്തായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. എന്നാൽ നവകേരള സദസ്സ് ആ സമയത്ത് വേണ്ടിയിരുന്നു എന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു ജനങ്ങളിലേക്ക് എത്തുക, ജനങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളത്. പക്ഷേ നവകേരള സദസ്സിൽ ഈ വിഷയം ചർച്ച ചെയ്തു എന്നതായിരുന്നു എൻ്റെ പോയിന്റ്. അതായത് എങ്ങനെയാണ് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നത് എന്നത് ജനങ്ങളോട് നേരിട്ട് പറയാൻ, മാധ്യമങ്ങളിലൂടെ പറയാനുള്ള ഇടം കുറവായതുകൊണ്ടും മാധ്യമങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനമെടുത്തതുകൊണ്ടും പാർട്ടി തന്നെ എടുക്കുകയും സർക്കാർ അത് സ്വീകരിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നിലപാടായിരുന്നു നവകേരള സദസ്സിലൂടെ കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്ന് പറയണം. 140 വേദികളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയം തന്നെയാണ് പറഞ്ഞത്. ബാക്കിയുള്ള മന്ത്രിമാരും ആ വിഷയം തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നവകേരള സദസ്സ് ഉപയോഗിച്ച പ്രചരണം നടത്തി. ആ പ്രചരണത്തിന് മൊത്തം എത്ര രൂപ ചിലവായി എന്നുള്ളതിൻ്റെ കണക്ക് പുറത്തു വരേണ്ടതാണ്. ആ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതിൽ ഞാൻ യോജിക്കുന്നു. പക്ഷേ അപ്പോഴും അത് ഒരു വലിയ ധൂർത്താണ് എന്ന നിലപാടിനോട് വ്യക്തിപരമായി ഞാൻ വിയോജിക്കുന്നു. നോക്കൂ അരുൺ, ഈ നവകേരള സദസ്സ് നോക്കൂ, അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഈ സാമ്പത്തിക ഞെരുക്കം അല്ലെങ്കിൽ കേന്ദ്രാവഗണന എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായിരുന്നു. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ഇപ്പോൾ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കൃത്യമായ ഡിജിറ്റ് അറിയാം. 2014 എന്ത് കിട്ടി, 2024 എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. എത്രയാണ് നമുക്ക് ഓരോ സാമ്പത്തിക വർഷവും ഫിനാൻസ് കമ്മീഷൻ്റെ അലോക്കേഷനിലൂടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതൊന്നും മുൻകാലങ്ങളിൽ പണ്ട് ഞാനൊക്കെ ഇന്ത്യ വിഷനിലൊക്കെ ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ സാമ്പത്തിക വിദഗ്ധരായ ആളുകൾ നമ്മളോട് പറയുമായിരുന്നു, നിങ്ങൾ ഏറ്റവും ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ പറയുന്ന ധനകാര്യ കമ്മീഷൻ്റെ അലോക്കേഷൻ എന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ ഇതൊക്കെ വളരെ സാധാരണഗതിയിൽ വരുന്ന ഒരു തീരുമാനം പോലെയായിരുന്നു നമ്മളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതല്ല എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിന് മൂല്യമേറെയാണ് എന്നുള്ളതാണ്. പുതിയ ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ ആ ധനകാര്യ കമ്മീഷനുമായിട്ട് സ്റ്റേറ്റ് എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നു, ഇനി എങ്ങനെ ഇൻവോൾവ് ചെയ്യണം എന്നത് സംബന്ധിച്ച് നല്ല രീതിയിൽ നമുക്ക് പോലും പൗരന്മാർക്ക് പോലും അവബോധം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ് ആ നിലയിൽ ഒരു കൃത്യമായ രീതിയിലൊരു ഇടപെടൽ നടത്തും എന്ന് നമുക്ക് കരുതാം. പിന്നെ ഈ ധൂർത്തിൻ്റെ കാര്യം നോക്കൂ, ഈ ധൂർത്തിൻ്റെ ബിംബമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഒരു ബസ്സാണ് അല്ലേ?
ആ ബസ്സിനെ കുറിച്ച് ഇപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. ആ ബസ്സിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ച കഥകൾ എന്തൊക്കെയായിരുന്നു, പിന്നീട് എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഒരു ടൂറിസ്റ്റ് ബസ്. ആ ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ സഞ്ചരിച്ചിരുന്നത്. ഇന്നും ആ ബസ് മറ്റെന്ത് സേവനത്തിനും അവൈലബിളായി നിൽക്കുന്നു. അപ്പോൾ ഇത് ആദ്യഘട്ടത്തിൽ ചില പത്രങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു പെർസെപ്ഷൻ മാത്രമാണ് ആ ധൂർത്ത് എന്ന് പറയുന്നത്. അതിനപ്പുറം അതിന് മുന്നോട്ട് പോകാൻ, ആ ആരോപണത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിലൂടെ കേരള ജനതയെ എന്തൊക്കെ പഠിപ്പിക്കാൻ സാധിച്ചു, രാഷ്ട്രീയമായി എത്ര കണ്ട് നമ്മുടെ കേസ് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഒരു കൾമിനേഷൻ പോയിന്റിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ആ നവകേരള സദസ്സ് ഇല്ലായിരുന്നുവെങ്കിൽ, പിന്നീട് സുപ്രീം കോടതിയിൽ റിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന ദില്ലി ചലോ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകില്ലായിരുന്നു. ഇപ്പം രാഷ്ട്രീയമായ അവബോധം ഉണ്ടാക്കുക. നോക്കൂ, 400 കോടിയും 500 കോടിയൊക്കെയാണ് ഒരൊറ്റ പരസ്യത്തിന് കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത്. അങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ദില്ലി പോലുള്ള സംസ്ഥാന സർക്കാരുകൾ കോടികൾ ഉപയോഗിച്ച് ദേശീയ തലത്തിൽ പ്രചരണം നടത്തുമ്പോൾ നമുക്ക് ഒരൊറ്റ ദില്ലി ചലോയിൽ, ഒരൊറ്റ ജന്തർ മന്ദറിൽ കാര്യം സാധിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിസ്സാര ചെലവിൽ കാര്യം സാധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ധൂർത്ത് എന്ന് പറയുക? രണ്ടാമത്തത് എന്ന് വെച്ചാൽ ഞാൻ ധൂർത്തിനകത്തിൽ ഒരു പോയിന്റ് കൂടെ കൂട്ടി പറഞ്ഞോളൂ. അല്ല, ധൂർത്തിന്റെ കാര്യമല്ലല്ലോ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം വിജയമാണ്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഈ നിർമ്മല സീതാരാമനിലേക്ക് പോകേണ്ട എന്ന് കരുതിയാണ് ഞാനത് രണ്ടാം ഘട്ടത്തിലേക്ക് വെച്ചത്. പക്ഷേ അതേക്കുറിച്ച് നിങ്ങൾ എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടർ അരുൺ ആ കണക്കുകളെക്കുറിച്ചും സൂചിപ്പിച്ചല്ലോ. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതമായി കിട്ടിയ തുകയിലാണ് ഡോക്ടർ അരുൺ പറഞ്ഞത് ഈ ശതമാന കണക്കുകളിലെ അന്തരം, ധനകാര്യ കമ്മീഷനുകളിലെ ആ കുറവ് വന്നതനുസരിച്ച് 1.9 വരുന്നതും 2.5 വരുന്നതും 3.8 വരുന്നതും അത് ഒരേ തലത്തിലല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന്. ഈ നികുതി പിരിവ് അല്ലെങ്കിൽ നികുതി പിരിച്ചതിന് ശേഷം ഇങ്ങോട്ട് കിട്ടുന്ന വിഹിതം അത് മാത്രമല്ല, ആ 224% വർധനവ് മാത്രമല്ല, മറ്റ് ഗ്രാന്റുകളെ കുറിച്ച് കൂടി ഇന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട്. UPA എന്താണ് കേരളത്തോട് ചെയ്തത്, NDA ഏത് തരത്തിലാണ് ഗ്രാന്റുകളിലൂടെ കേരളത്തെ കൈയച്ച് സഹായിച്ചത് എന്നതുകൂടി നമ്മൾ പറഞ്ഞു പോകണം. അക്കാര്യത്തിൽ അങ്ങേക്കും ഒരു കണ്ടൻഷൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പറയാം, കേന്ദ്രത്തിൽ അത് ഉണ്ടെങ്കിൽ അങ്ങേക്ക് പറയാം. കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റ്, അതോടൊപ്പം തന്നെ അതർ ഹെഡ്സിൽ വന്ന ആ കാലത്ത് അതെല്ലാം UPAയുടെ ഈ 10 വർഷം, ഒന്നാം UPA രണ്ടാം UPA രണ്ടിലും കൂടി കേരളത്തിനാകെ അനുവദിച്ചത് 25,629.7 കോടി രൂപ. പക്ഷേ NDA സർക്കാർ വന്ന് 2014 മുതൽ 2023, ഞാൻ മനസ്സിലാക്കുന്നത് ലാസ്റ്റ് കണക്കെടുത്തിട്ടുണ്ടാവുക ലാസ്റ്റ് ക്വാർട്ടർ, ഡിസംബർ വരെയുള്ള ക്വാർട്ടർ വരെയുള്ള കണക്കായിരിക്കും നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 1,43,117 കോടി രൂപ വരും. അത് എന്ന് പറയുന്നത് UPA സർക്കാർ നൽകിയത് എത്രയാണ്? 25,629.7 കോടി മാത്രം. അപ്പോൾ അതെന്ന് പറയുന്നത് 224 അല്ല, 458% അധികം തുകയാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് അനുവദിച്ചത്. പിന്നെ മൂലധന ചെലവുകൾക്ക് പലിശരഹിത വായ്പ, 50 വർഷത്തെ പലിശരഹിത വായ്പയായിട്ട് പ്രത്യേക ഫണ്ട്, അത് 2020-21 കാലയളവിലാണ് അനുവദിച്ചത്. ആ പ്രത്യേക ഫണ്ടായിട്ട് കേരളത്തിന് കൊടുത്തത് 82 കോടി രൂപയാണ്. ആ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളുമായി ഒന്നും കമ്പാരിസൺ ഇല്ല. അത് തൊട്ടടുത്ത വർഷം 2021-22 229 കോടിയാക്കി ഉയർത്തി. അത് അതിൻ്റെ അടുത്ത വർഷം 2022-23 1903 കോടി രൂപ കേരളത്തിന് കൊടുത്തു. ഇതൊന്നും ധനക്കമ്മീഷൻ ശുപാർശ ചെയ്തതല്ല, ചെയ്യാത്ത തുകയാണ്. ഇത്രയും തുക കേരളത്തിന് നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധി ധനക്കമ്മീഷൻ ശുപാർശ പ്രകാരമല്ല ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രാന്റ് വന്നിരിക്കുന്നത് ധനക്കമ്മീഷൻ ഈ ഹെഡ്സ് ശുപാർശ ചെയ്തിട്ടില്ല. ഇതെന്ന് പറയുന്നത് പലിശരഹിത വായ്പയാണ്, 50 വർഷത്തെ പലിശരഹിത വായ്പയാണ്. പ്രത്യേക ഫണ്ട് എന്നുള്ള ഹെഡറിലാണ് അനുവദിച്ചത്. താങ്കൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അതിനോട് വിയോജിക്കാം. പക്ഷേ ഈ കോവിഡ് കാലത്ത് സഹായം ഉണ്ടായില്ല എന്ന് ഇന്നത്തെ പ്രസംഗത്തിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. അങ്ങനെയല്ല, നമുക്ക് പറയാവുന്ന കാര്യമാണല്ലോ. സംസ്ഥാനങ്ങൾ കോവിഡ് കാലത്ത് നേരിടുന്ന പ്രതിസന്ധി മറികടക്കാനായി പ്രത്യേക ഫണ്ട് അലോക്കേറ്റ് ചെയ്തു. ഈ 3 വർഷം 3 ഫിനാൻഷ്യൽ ഇയറിൽ ഈ പ്രത്യേക ഫണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അധിക കടമെടുക്കുന്നതിനായി കേരളം അനുമതി ചോദിച്ചു. അന്ന് അനുമതി കൊടുത്തത് 18,087 കോടി രൂപയ്ക്കാണ്. പിന്നെ ഈ കേന്ദ്ര ധനകമ്മീഷന്റെ ശുപാർശകൾ പക്ഷപാതപരമായി ആണ് നടപ്പാക്കിയത് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ സർക്കാരുകൾക്കും കമ്മീഷൻ ശുപാർശ അനുസരിച്ചുള്ള തുക കൃത്യമായി കൊടുത്തുവെന്നാണ് നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത്. അതിന്റെ കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ആ പറഞ്ഞ ഭാഗം പൂർണ്ണമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് അങ്ങേക്കും ബോധ്യപ്പെടും. അപ്പോൾ 224 എന്നുള്ളതിനേക്കാൾ ഈ 458% അധിക തുക, അത് പലിശരഹിത വായ്പ, പ്രത്യേക ഹെഡ്സ്, ആ രീതിയിൽ കൊടുത്തത് കാണാതെ പോകരുത് എന്നുള്ളതാണ് എനിക്കിതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. വെൽക്കം ബാക്ക്. സമരം വിജയമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന്റെ അവസാന പാദത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നേരത്തെ സുജയോട് എനിക്കുള്ളൊരു വിയോജിപ്പ്, ഒരു സംശയമുള്ളത് ഇതായിരുന്നു. ഇതിപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് സെൻട്രലി സ്പോൺസേഡ് സ്കീം CSS, മറ്റൊന്ന് ടാക്സിന്റെ ഡെവല്യൂഷൻ. ഇതിൽ സെൻട്രലി സ്പോൺസേഡ് സ്കീം ആരാണ് തീരുമാനിക്കുന്നത്?
ഫിനാൻസ് കമ്മീഷനാണോ കേന്ദ്ര സർക്കാർ? കേന്ദ്ര സർക്കാർ. ആ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതിന്റെ നയം എന്താണ്? എന്താണ് മാനദണ്ഡം? ആരുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ്? ഫിനാൻസ് കമ്മീഷന്റെ 275 പ്രകാരം ടാക്സും ഗ്രാൻസും നീടും നിശ്ചയിക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. ഓക്കെ. ടാക്സിന്റെ ഡെവല്യൂഷനിൽ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ഗ്രാൻസ് നീഡിന്റെ റെക്കമെൻഡേഷന്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമില്ല. പക്ഷേ ഇത് സ്പെഷ്യൽ നമ്പർ 1 സ്പെഷ്യൽ ഫണ്ടാണ്. ഇനി സ്പെഷ്യൽ ഫണ്ടിന്റെ കാര്യം വരാം. സ്പെഷ്യൽ ഫണ്ടിന്റെ എന്താണ് അലോക്കേഷന്റെ നിയമം? സ്പെഷ്യൽ ഫണ്ട് Need based ആണ്. മാച്ചിങ് ഗ്രാന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? Need based ആണ്. എന്താണ് കാരണം? മാച്ചിങ് ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എത്ര കൊടുക്കുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കൊടുക്കുക. യു പിയുടെ കണക്കെടുത്ത് നോക്കൂ, ഇതേ ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. 466%. ഈ മൂന്ന് വർഷങ്ങളിൽ കേരളത്തിന് അലോക്കേറ്റ് ചെയ്തതുപോലെ യു പിക്ക് അലോക്കേറ്റ് ചെയ്തിട്ടില്ല. ഉണ്ട് സാർ, നോക്കൂ യു പിയുടെ അലോക്കേഷൻ നോക്കൂ, പറയൂ. യു പിയുടെ മൊത്തമുള്ള ഔട്ട്ലേ നോക്കൂ. യു പിയുടെ ഔട്ട്ലേ നോക്കിയാലും കാര്യം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, പലിശരഹിത ഫണ്ട് എത്രയാണ് യു പിക്ക് കൊടുത്തത്? 2014 യു പി എ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിയിലധികമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് മാച്ചിങ് ഗ്രാൻഡായി CSS കൊടുത്തിരിക്കുന്നത്. ഇവിടെ അത്രയല്ല. കേൾക്കൂ സാർ, അതിൽ കേരളത്തിന് കിട്ടുന്നത് ഇത്രയാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നിൽക്കുന്നു. ആ പ്രശ്നം എന്ന് പറയുന്നത്, കേൾക്കൂ, കേന്ദ്രത്തിന് കിട്ടിയില്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? എന്ത് കിട്ടിയില്ല എന്ന്? ഞാൻ ഈ പറഞ്ഞ തുക കേരളത്തിന് കിട്ടിയോ? ഈ തുക കേരളത്തിന് കിട്ടിയോ എന്നുള്ളതല്ല. അല്ല, അതാണ് സാധിക്കുക? ഇല്ല, ആ വർധനം എങ്ങനെയാണ്? 10 വർഷത്തിന് തന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എമൗണ്ട് യു പി എ സർക്കാർ കൊടുത്ത ഒരു കണക്കും 10 വർഷത്തിന് ശേഷമുള്ള എൻ ഡി എ കണക്കും തമ്മിൽ നിങ്ങൾ എങ്ങനെയാ കമ്പയർ ചെയ്യുന്നത്? കമ്പയർ ചെയ്യണമെങ്കിൽ നഷ്ടവും നിയമം കൂടി നോക്കണം. അല്ല, മൂലധന ചെലവുകൾക്കായി ഈ പ്രത്യേക ഫണ്ടായി കൊടുത്ത എമൗണ്ട് ഈ മൂലധന ചെലവിനല്ലാതെ കൊടുക്കുന്നത്. ആര് പറഞ്ഞു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കൊടുക്കുന്നത്. 50 വർഷത്തെ പലിശരഹിത വായ്പ അനുവദിച്ചു. നിങ്ങൾ വായ്പയാണോ അത് ഉൾപ്പെടുത്തുന്നത്? അല്ല, പലിശരഹിത വായ്പയുടെ കാര്യമാണോ ഈ കണക്ക്? പ്രത്യേക ഫണ്ട് അനുവദിക്കുക. വായ്പയല്ലേ? പലിശരഹിത വായ്പയ്ക്കായി പ്രത്യേക ഫണ്ട് അലോക്കേറ്റ് കൊടുത്ത വായ്പയാണോ നിങ്ങൾ സ്റ്റേറ്റ്? അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ റിക്വസ്റ്റുകൾ മീറ്റ് ചെയ്തില്ല എന്ന് പറയും. പ്ലാനിംഗ് കമ്മീഷനും നോക്കൂ സുജയ, പ്ലാനിംഗ് കമ്മീഷൻ ഉള്ളതുവരെ എങ്ങനെയാണ് സെൻട്രൽ സ്പോൺസർ സ്കീം പ്രവർത്തിച്ചിരുന്നത്? സെൻട്രൽ സ്പോൺസർ സ്കീം പ്രവർത്തിച്ചത് എങ്ങനെയാണ്? സെൻട്രൽ സ്പോൺസർ സ്കീം പ്രവർത്തിച്ചിരുന്നത് സംസ്ഥാനങ്ങൾക്ക് ഈ ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഏതൊക്കെ സ്കീമുകളാണെന്ന് നിശ്ചയിച്ച് അതിന് കാശ് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ അങ്ങനെയല്ല ചെയ്തത്. മാച്ചിങ് ഗ്രാന്റ് കൊടുക്കുക, വായ്പ കൊടുക്കുക, സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട പണം നേരിട്ട് കൊടുക്കാതിരിക്കുന്നു. മാത്രവുമല്ല, ഒരേ ഒരു സംസ്ഥാനത്തിൽ നിന്നാണ്, ഒറ്റ എക്സാമ്പിൾ പറയാം, ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നത്, ഒരേ ഒരു പദ്ധതിക്ക് മാത്രം ഒരേ ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രമാണ് ഗ്രാന്റ് കൊടുത്തതിന് സ്റ്റേറ്റ് ലാൻഡ് അക്വയർ ചെയ്തതിന് പൈസ വാങ്ങിയിട്ടുള്ളത്. ഏത് സംസ്ഥാനം എന്നറിയോ? കേരളം. ഏതാ പദ്ധതി എന്നറിയാമോ? ദേശീയപാത വികസനം. എത്രയാ വാങ്ങിയെന്നറിയാമോ? 5000 കോടി. ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞോളാം. ഞാനത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട വിഷയമല്ല. നിർമ്മലാ സീതാരാമൻ കൊണ്ടുവരുന്നത് ഒരു ട്രാപ്പാണ്. അല്ല, ആ ട്രാപ്പിൽ എന്തായാലും ഞാൻ വീഴുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പോകാതിരിക്കുക. അടിസ്ഥാനമായ ഡിഫറൻസ് അതാ. ഫെഡറലിസത്തെ എങ്ങനെയാണ് തകിടം മറിക്കുന്നത് എന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ വന്ന് കേരളത്തിന്റെ വേദിയിൽ പറഞ്ഞു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം കൺവിൻസിംഗ് ആണ്. അല്ല, അത് മാത്രമല്ല, 2024 BJP അധികാരത്തിൽ വന്നാൽ ഫെഡറലിസം തകരും, അല്ലെങ്കിൽ ജനാധിപത്യം തകരും എന്നുള്ള ഒരു ഭയപ്പാട് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആശങ്ക നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും കാണേണ്ടത് സ്റ്റേറ്റിലുള്ള രാഷ്ട്രീയമാണ്. നമ്മുടെ പ്രാഥമികമായ ഭരണകൂടം എന്ന് പറയുന്നത് സംസ്ഥാന ഭരണകൂടമാണ്. ആ സംസ്ഥാന ഭരണകൂടങ്ങളിൽ യഥാർത്ഥ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്, യഥാർത്ഥ മാധ്യമ പ്രവർത്തനം പോലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഡൽഹിയിലേക്ക് പോകുമ്പോഴാണ് ഇതിനൊക്കെ തന്നെ വിഘാതം ഉണ്ടാകുന്നത്. ഇന്നത്തെ ഇന്ത്യ മുന്നണിയിലെ ചിലപ്പോൾ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒന്നും അതിൽ ബോധപൂർവം പങ്കെടുത്തിട്ടുണ്ടാവില്ല. ബാക്കിയുള്ള കക്ഷികളുടെയൊക്കെ പങ്കാളിത്തം, അവർ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്, അവരുടെ ഉൾക്കാഴ്ച, ഇതെല്ലാം ജനാധിപത്യം ശക്തമാണ് എന്നുള്ള എൻ്റെ വിശ്വാസത്തെ ശരി, നമ്മുടെ വിധിയിലേക്ക് എത്തിയാൽ സമരം വിജയമോ എന്ന ചോദ്യത്തിന് 4 പേർക്കും ഒരേ അഭിപ്രായമാണ്. സമരം വിജയം തന്നെയാണ്. Yes 4, no 0. Meet the editors.